ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാ സേന. ഏറ്റുമുട്ടലിൽ 3 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു. വൻ ആയുധശേഖരവും കണ്ടെത്തിയിട്ടുണ്ട്. സുക്മ ബിജാപൂർ അതിർത്തിയിലെ വനമേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലമ ഛത്തീസ്ഗഡിൽ സുക്മ ബിജാപൂർ വനമേഖലയിലാണ് ഇന്ന് രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ മുതൽ ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 3 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ സുക്മ SP കിരൺ ചൗഹാൻ നൽകിയിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്, മാധ്യമങ്ങൾക്ക് മുൻപിലുള്ളത്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ ജില്ലാ റിസർവ് ഗാർഡും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കൂടാതെ CRPFന്റെ കോബ്ര വിഭാഗവും സുക്മ ബിജാപൂർ അതിർത്തിയിലെ വനമേഖലയിൽ സംയുക്തമായി പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റവും ഒടുവിൽ 3 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു എന്നുള്ളതാണ് സുക്മ SP ഔദ്യോഗികമായി നൽകിയിട്ടുള്ള വിവരം. ദിവസങ്ങൾക്ക് മുൻപാണ്, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബിജാപൂർ മേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർ നടത്തിയിട്ടുള്ള IED സ്ഫോടനത്തിൽ രാജ്യത്തിന് 9 സൈനികരുടെ ജീവൻ നഷ്ടമായത്. 9 ജവാന്മാർ ആ സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ചിരുന്നു. അതിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന കാര്യം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് ദിയോ ഉൾപ്പെടെയുള്ളവർ ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു. മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വീരമൃത്യുക്ക് കനത്ത തിരിച്ചടി നൽകും എന്നുള്ള പ്രതികരണങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് ഛത്തീസ്ഗഡിൽ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള വിഷ്ണുപൂർ, ബിജാപൂർ, സുക്മ, കാങ്കർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ സംയുക്ത പരിശോധന CRPFന്റെ കോബ്ര വിഭാഗവും കൂടാതെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ വിഭാഗം ഉൾപ്പെടെ സംയുക്ത പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടെയായിരുന്നു ഇന്ന് സുക്മ ബിജാപൂർ അതിർത്തിയിലെ 2 ജില്ലകളുടെ അതിർത്തി മേഖലയിലെ വനപ്രദേശത്ത് ഏറ്റുമുട്ടലുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ഇപ്പോൾ 3 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുള്ളത്. കൂടാതെ സുക്മ SP നൽകുന്ന വിവരമനുസരിച്ച് ബിജാപൂർ ജില്ലയിലെ അവ്വാപ്പള്ളി പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മുർദണ്ഡ ഗ്രാമത്തിൽ നിന്ന്, ആ മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ആ മേഖലയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരർ സ്ഥാപിച്ചിട്ടുള്ള IED സ്ഫോടക വസ്തുക്കളും വൻ ആയുധശേഖരവും പിടിച്ചെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ ആഴ്ച മാവോയിസ്റ്റ് ഭീകരർ നടത്തിയിട്ടുള്ള സ്ഫോടനത്തിൽ 9 സൈനികർക്ക് ജീവൻ നഷ്ടമായിരുന്നു. അതേ തുടർന്ന് സംയുക്ത പരിശോധന ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ തുടർന്നു വരികയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് പുലർച്ചെ മുതൽ ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിലാണ് 3 മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടത്. നീലിമ, കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ.